അല്ലെ? ധർമ്മം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ആളുകൾ അധർമ്മ മാർഗത്തിൽ പ്രവർത്തിക്കാൻ നിർബന്ധിതരാവും. അവർക്ക് അറിയില്ല. അതേതുപോലെ വെച്ച് കഴിഞ്ഞാൽ അർജുനൻ തന്റെ ധർമ്മം യുദ്ധമാണ്, അത് വിട്ട് സന്യാസം സ്വീകരിക്കാൻ പുറപ്പെട്ടു. അത് പരധർമ്മമാണ്. അപ്പൊ ചിലപ്പോൾ ആളുകൾ അങ്ങനെയും സംഭവിക്കാം. തന്റെ ധർമ്മം ചെയ്യാണ്ട് പരധർമ്മം, മറ്റുള്ളവരുടെ ധർമ്മം സ്വീകരിച്ച് താഴാൻ ഇടവരും. അതാണ് ഇതിനാണ് ധർമ്മസങ്കരം എന്ന് പറഞ്ഞു അല്ല. അപ്പൊ ഇവിടെ എന്താണ്, സ്ഥിതപ്രജ്ഞന്മാര് പോലും ലോകസംഗ്രഹത്തിനായിട്ട് കർമ്മം ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അല്ലെ. അവർക്ക് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ അവര് ആ സ്വധർമാനുഷ്ഠാനത്തിന്റെ മഹാത്മ്യം കാണിക്കാൻ വേണ്ടി ജനകനെയും സ്വയം തന്നെയും ഒക്കെ ഉദാഹരണത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഒരു സ്ഥിതപ്രജ്ഞൻ അദ്ദേഹം തന്റെ ശരീരത്തെ പോലും മറന്ന് ആ ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയിരിക്കാൻ തീരുമാനിച്ചാൽ ഈശ്വരന് പോലും അദ്ദേഹത്തിനെ അതിൽ നിന്ന് തടയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അല്ലെ. അതിൽ നിന്ന് ഉണർത്തി എഴുന്നേൽപ്പിച്ച് പണിയെടുപ്പിക്കാൻ, ലോകകർമ്മം ചെയ്യിക്കാൻ സാധ്യമല്ല എന്നാണ്. ഈശ്വരന് പോലും അധികാരമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെന്തിനാണ് ജനമഹാരാജാവും കൃഷ്ണനും ഒക്കെ കർമ്മം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ അവർ തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ സ്ഥിതപ്രജ്ഞൻ എന്താണോ തീരുമാനിക്കുന്നത് അതാണ് അദ്ദേഹത്തിന്റെ വിധി നിഷേധവും എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത് ലോകസംഗ്രഹത്തിനായിട്ട് കർമ്മം ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു ജ്ഞാനി അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇനി ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ 25-ാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ. അൺമ്യൂട്ട് ചെയ്യണം. അയ്യോ, ആള് ഔട്ടായി തോന്നുന്നു, കാണാനില്ല. സക്താഃ കർമ്മണ്യ വിദ്വാംസഃ യഥാ കുർവന്തി ഭാരത കുര്യാദ്വിദ്വാംസ്തഥാ സക്തഃ ചികീർഷുർലോകസംഗ്രഹം. 25-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സക്ത കർമ്മണ്യ വിദ്വാംസഃ യഥാ കുർവന്തി ഭാരത കുര്യാദിതാംസ്തഥാ സക്ത ചികീർഷുർലോക സംഗ്രഹം. അർജുനോട് പറയണം, ഭാരത അല്ലയോ അർജുന. എന്താണ് അർജുനോട് പറയണം? ഇപ്പോ ലക്ഷ്യം എന്തെന്ന് ഉറപ്പില്ലാത്ത മന്ദബുദ്ധികളായ ആളുകള്, അപ്പൊ അവരെന്താ ചെയ്യുക? അവരുടെ ലക്ഷ്യം എന്താന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അവര് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലത്തെ കുറിച്ചായിരിക്കും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ കർമ്മത്തിന്റെ ഫലത്തില് അവര് അറ്റാച്ച്ഡ് ആയിരിക്കും, അതുമായിട്ട് അവര് ബന്ധപ്പെട്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവര് കർമ്മഫലത്തിന്റെ ചിന്തയില് മുഴുകിക്കിടക്കുന്ന എങ്ങനെയാണോ ആളുകൾ, സാധാരണക്കാരായ ആളുകൾ കർമ്മം ചെയ്യുക, ലക്ഷ്യം ഉറപ്പില്ലാത്ത ആളുകൾ കർമ്മം ചെയ്യുന്നത്, അതേപോലെ ആളുകൾക്ക് നേർവഴി കാണിക്കാൻ തീരുമാനിച്ച ജ്ഞാനിയും കർമ്മം ചെയ്യണം. പക്ഷെ എങ്ങനെ കർമ്മം ചെയ്യണം? ഫലത്തിൽ ഇച്ഛ വയ്ക്കാതെ. അപ്പൊ ലക്ഷ്യം എന്താന്ന് ഉറപ്പില്ലാത്ത ആളുകള്, മന്ദബുദ്ധികളായ ആളുകള് ഫലത്തിൽ സംഘബദ്ധരായിട്ടാണ് അവർ കർമ്മം ചെയ്യുക. പക്ഷെ ജ്ഞാനി കർമ്മം ചെയ്യണം, പക്ഷെ ഫലത്തിൽ സംഘമില്ലാതെ കർമ്മം ചെയ്യണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ സ്ഥിതപ്രജ്ഞനായ ജ്ഞാനിയെ സംബന്ധിച്ച് അദ്ദേഹം കർമ്മവാസനകളൊക്കെ ക്ഷയിച്ച ആളാണ്. നേരത്തെ പറഞ്ഞു, കർമ്മവാസനകളൊക്കെ പൂർണ്ണമായും ക്ഷയിക്കുമ്പോഴേ സ്ഥിതപ്രജ്ഞത്വം നേടാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ ജ്ഞാനി കർമ്മവാസനകളൊക്കെ ക്ഷയിച്ച ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം കർമ്മം എങ്ങനെ ചെയ്താലും ആ കർമ്മം അദ്ദേഹത്തിന് യാതൊരു ദോഷവും ഉണ്ടാക്കില്ല, അദ്ദേഹത്തിന് അതിൽ നിന്ന് യാതൊരു കളങ്കവും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നത് ചെയ്യാൻ പാടും ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ള വിധി നിഷേധങ്ങൾക്ക് അതിനെല്ലാം അതീതനാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞത്. അപ്പൊ സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ച് ഇന്ന കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ, ഇന്ന കാര്യങ്ങളെ ചെയ്യാൻ പാടില്ല, അങ്ങനെ നിയമമൊന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു മഹാത്മാവിന്റെ, ഒരു സ്ഥിതപ്രജ്ഞത നേടിയ ഒരാളുടെ മഹത്വം
സാധാരണക്കാരായ ആളുകൾക്ക് അറിയണ്ടാവില്ല എന്നാണ്, അവർക്ക് മനസ്സിലാവില്ല. ശരിക്കും അതിന്റെ മഹത്വം എന്താണ്, അദ്ദേഹത്തിന്റെ മഹത്വം എന്താണെന്ന് അറിയുന്നവർ വളരെ കുറവാണ്. പക്ഷെ മൊത്തത്തിൽ ആളുകൾ വിചാരിക്കും ഇദ്ദേഹം എന്തോ മഹത്വമുള്ള ആളാണെന്ന് മാത്രമേ ഇവർ വിചാരിക്കുള്ളൂ. പക്ഷെ എന്താണ് ആ മഹത്വം എന്ന് പൂർണ്ണമായിട്ട് അറിയുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ എന്ത് ചെയ്യും, അവരെപ്പോഴും ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത് അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഇദ്ദേഹം ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നു അതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. എന്ന് മാത്രമല്ല, കർമ്മരംഗത്ത് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും, അദ്ദേഹത്തെ അനുകരിക്കാൻ ശ്രമിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം, ഒരു സ്ഥിതപ്രജ്ഞൻ ലോക നന്മയ്ക്കായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് വേണം, ചെയ്യുന്ന കർമ്മങ്ങളില് ആത്മാർത്ഥത ഉണ്ടാവണം, കൃത്യനിഷ്ഠതയും പുലർത്തണം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ആ കർമ്മരംഗത്തുള്ള ധാർമ്മിക നിയമങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് തന്നെ കർമ്മം ചെയ്യും വേണം. ഒരു നിയമവും അദ്ദേഹത്തിന് ബാധകമല്ല യഥാർത്ഥത്തിൽ. സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ച് നിയമങ്ങളൊന്നും തന്നെ ബാധകമല്ല. പക്ഷെ എന്നാലും എല്ലാ നിയമങ്ങളും അനുസരിച്ച് തന്നെ കർമ്മരംഗത്ത് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാം, അദ്ദേഹം നിയമം പാലിച്ചില്ലെങ്കിൽ ആളുകൾ നിയമം പാലിക്കില്ല. കാരണം അനുകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ആളുകൾ, സാധാരണക്കാരായ ആളുകൾ. ശരിയല്ല? നമുക്ക് അനുഭവം ഉണ്ടല്ലോ, ഗുരുദേവ് എങ്ങനെയാണ്, ഗുരുദേവം അതുപോലെ തന്നെയാണ്. ഗുരുദേവ് എല്ലാം നിയമപ്രകാരം എന്താണോ അത് പ്രകാരം ഗുരുദേവ് ചെയ്യാനായിട്ട് അനുവദിക്കുള്ളൂ. അല്ല, ശരിയല്ല? അങ്ങനെ തന്നെയാണ്. അത് തെറ്റിച്ചിട്ട് ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല. അദ്ദേഹത്തിന് ഇതൊന്നും ബാധകമല്ല യഥാർത്ഥത്തിൽ. പക്ഷെ എന്നാലും ജ്ഞാനികൾ അങ്ങനെയാണ്, സ്ഥിതപ്രജ്ഞരായ ആളുകള് അങ്ങനെയാണ്. അവര് ഇപ്പൊ നിലവിൽ എന്തെല്ലാം നിയമങ്ങളുണ്ടോ അതെല്ലാം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. കാരണം അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഇദ്ദേഹത്തെ അനുകരിക്കും, അവരും നിയമം തെറ്റിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, അത് ചെയ്യുന്ന കർമ്മങ്ങൾ സിൻസിയർ ആയിട്ട് ചെയ്യും വേണം. അല്ലെ, ചെയ്തു എന്ന് വരുത്തി തീർത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആളുകൾ ചെയ്യുക, കാരണം നോക്കിയിരിക്കുക. അപ്പോ ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം, കൃത്യനിഷ്ഠയോടും ചെയ്യണം കർമ്മരംഗത്ത് എന്നാണ് പറയുന്നത്. കർമ്മരംഗത്തെ ധാർമ്മിക നിയമങ്ങളും അനുസരിച്ച് കർമ്മരംഗത്ത് പ്രവർത്തിക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾ നേരത്തെ പറഞ്ഞു എന്താണ്, അവര് ഫലത്തിൽ ഇച്ഛ വെച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഫലത്തിൽ ഇച്ഛ വെച്ച് കർമ്മം ചെയ്യുന്ന ആളുകളും സ്ഥിതപ്രജ്ഞനും ഇപ്പൊ പുറമേയുള്ള നിയമങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാവരുത്, എല്ലാവരും ഒരേപോലെ നിയമം പാലിച്ച് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് സാധാരണക്കാരായാലും ശരി, സ്ഥിതപ്രജ്ഞത്വം കൈവന്ന ആളായാലും ശരി, നിയമങ്ങൾ പാലിച്ച് ഒരേപോലെ പോകണം പുറമേക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ കർമ്മത്തില് നിയമങ്ങൾ ഉണ്ടല്ലേ, ധാർമ്മികമായ നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പാലിച്ച് ഫലത്തിൽ ഇച്ഛ വെച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്ന ലൗകികന്മാർക്ക് അവരെ നേരായ വഴിക്ക് നയിക്കലാണ് ലോകസംഗ്രഹം എന്ന് പറഞ്ഞാൽ, ലോക നന്മ എന്ന് പറഞ്ഞാൽ അതാണ്. അറിവില്ലാത്തവരായ സാധാരണക്കാരായ ആളുകള് അവര് ചെയ്യുന്ന കർമ്മങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ്. അപ്പൊ അവരെ നേരായ വഴിക്ക് നയിക്കുക എന്നുള്ളതാണ് ലോകസംഗ്രഹം എന്ന് പറയുന്നത്. അതേസമയം എന്ത് വേണം, നിലവിലുള്ള എന്തൊക്കെ അനാചാരങ്ങളുണ്ടോ അതിനെല്ലാം നീക്കം ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങള്, ഇതിൽ നിന്നൊക്കെ ആളുകളെ രക്ഷപ്പെടുത്താനും ശ്രമിക്കണം, അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും സ്ഥിതപ്രജ്ഞൻ ശ്രമിക്കണം. ആ കർമ്മം കൂടെ ബാധകമാണ് എന്നാണ് പറയുന്നത്. അപ്പോ കർമ്മരംഗത്ത് ആ നിയമങ്ങള്, ധാർമ്മികമായ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക, പിന്നെ അനാചാരങ്ങള്, അന്ധവിശ്വാസങ്ങളൊക്കെ തുറന്നു കാട്ടുക. അതിനൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ആളുകൾ തെറ്റിദ്ധരിക്കാൻ ഇടവരും എന്നാണ് ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഇതാണ്, ഒരു സ്ഥിതപ്രജ്ഞൻ ആ രീതിയിലല്ല കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അടുത്ത ശ്ലോകത്തിൽ ഇതാണ് 26ാമത്തെ ശ്ലോകം ചൊല്ലുക. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനം സകർമ്മ സംഖിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്തഃ സമാചരൻ. അടുത്തതിൽ പറഞ്ഞു, ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. വിദ്വാൻ എന്ന് പറഞ്ഞാൽ അറിവുള്ള ആള്, ജ്ഞാനി, ആത്മാനുഭവമുള്ള ജ്ഞാനിയാണ് ഇവിടെ വിദ്വാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർമ്മസംഗിന അജ്ഞാനം,
എന്ന് പറഞ്ഞാൽ അജ്ഞാനികളായ കർമ്മം ചെയ്തവർക്ക്. എങ്ങനെ കർമ്മം ചെയ്തവർക്ക്? ഫലത്തിൽ ഇച്ഛ വെച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്ന അജ്ഞാനികൾക്ക് ബുദ്ധിഭേദം ന ചെയ്യുന്നതാണ്. അവർക്ക് സംശയവും തെറ്റിദ്ധാരണയൊന്നും ഉണ്ടാക്കരുത് എന്നാണ് പറയുന്നത് ജ്ഞാനികൾ. യുക്തസമാചരൻ, എല്ലായിടത്തും സത്യം കണ്ട് ആനന്ദിച്ചുകൊണ്ട് കർമ്മങ്ങള് വേണ്ട സമയത്ത് വേണ്ട പോലെ അനുഷ്ഠിച്ച് എല്ലാ കർമ്മങ്ങൾക്കും നേർവഴി തെളിയിക്കണം എന്നാണ് പറയുന്നത് ആത്മാനുഭവമുള്ള ജ്ഞാനി. വിദ്വാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മാനുഭവമുള്ള ജ്ഞാനി മറ്റുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ഫലത്തിൽ സംഘബദ്ധരായിട്ട് കർമ്മം ചെയ്യുന്ന അജ്ഞാനികളില് സംശയോ തെറ്റിദ്ധാരണയൊന്നും ഉണ്ടാക്കരുത് എന്നാണ് പറയുന്നത് ജ്ഞാനികൾ. അപ്പൊ അവരെന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും സത്യം കണ്ട് ആനന്ദിച്ച് കർമ്മങ്ങളൊക്കെ വേണ്ടിടത്ത് വേണ്ട പോലെ അനുഷ്ഠിച്ച് എല്ലാ കർമ്മങ്ങൾക്കും നേരായ വഴി കാണിക്കണം എന്നാണ് പറയുന്നത്. അതാണ് ജ്ഞാനികളുടെ അവതാര പുരുഷന്മാരുടെ ജോലി, അതാണ് യഥാർത്ഥത്തിൽ. അപ്പൊ എന്തുകൊണ്ടാണ് ആളുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്, സംശയം ജനിപ്പിക്കരുത് എന്ന് പറയാൻ ന ബുദ്ധിഭേദം ജനകേ എന്നാണ്. അതെന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ഓരോ വ്യക്തിയും അവരുടെ ഗുണകർമ്മങ്ങളുടെ അടിമകളാണ്. ഓരോ വ്യക്തി അവരിൽ എന്ത് ഗുണമാണോ നിലനിൽക്കുന്നത് അതിനനുസരിച്ചുള്ള കർമ്മമാണ് ഉണ്ടാവുക. അതിന്റെ നിയന്ത്രണത്തിലാണ് ഓരോ വ്യക്തിയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഗുണകർമ്മങ്ങള് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ ആർക്കും പറ്റില്ല. ഓരോരുത്തരും അവരവരുടെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഗുണകർമ്മങ്ങളെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ ഒരാൾക്കും പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സത്യം കണ്ടെത്തിയ ആള് ജ്ഞാനി എന്ത് ചെയ്യണം? ഓരോ ആളുകളിലുള്ള ഗുണകർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് വേർതിരിച്ച് കാണണം ആദ്യം. എന്നിട്ട് അത് കണ്ട ശേഷം അവര് ഓരോരുത്തരുടെയും തൽക്കാല കർമ്മങ്ങള് എങ്ങനെ അനുഷ്ഠിച്ചാലാണ് ലക്ഷ്യപ്രാപ്തിക്ക് വഴിവെക്കുക, അത് കാണിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. അല്ലാണ്ട് ഗുണകർമ്മത്തെ മാറ്റാൻ പറഞ്ഞിട്ടില്ല. അത് മാറ്റിയാൽ പ്രശ്നമാവും, അത് മാറ്റാൻ സാധിക്കൂല. അപ്പൊ എന്ത് വേണം? അവരുടെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് തൽക്കാല കർമ്മങ്ങൾ ഏത് രീതിയിൽ അനുഷ്ഠിച്ചാലാണോ ലക്ഷ്യപ്രാപ്തിക്ക് പ്രയോജനപ്പെടുക, അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ കാണിച്ചു കൊടുക്കണം എന്നുള്ളത്. അപ്പൊ രണ്ട് രീതിയിലും ചെയ്യാം. ഒന്ന്, കർമ്മങ്ങൾ സ്വയം ചെയ്തുകൊണ്ട് സ്വയം ആചരിച്ച് ചെയ്യാം. പിന്നെ ഉപദേശിച്ചും ലോകസംഗ്രഹം നിർവഹിക്കുക എന്നാണ്. ഒന്നുകിൽ സ്വയം ചെയ്ത് കാണിക്കാം, അങ്ങനെയും ചെയ്യാം, അങ്ങനെയും ചെയ്യണം. പിന്നെ ഉപദേശത്തിലൂടെയും ഈ ലോക നന്മ നിലനിർത്തണം എന്നാണ് പറയുന്നത്. അപ്പൊ കൃഷ്ണൻ ഇവിടെ എന്തൊക്കെ കർമ്മങ്ങളാ ചെയ്തിരുന്നല്ലേ? കൃഷ്ണൻ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അർജുനന്റെ തേരാളിയായിരുന്നു അല്ലെ, പാർത്ഥന്റെ സാരഥിയായിരുന്നു, അങ്ങനെ ചെയ്തു. ഗീതോപദേശം ചെയ്തു അല്ലെ. അതൊക്കെ ഈ പറയുന്ന ലോക സംഗ്രഹം തന്നെയാണ് അദ്ദേഹം അനുഷ്ഠിക്കുന്നത്. ലോകത്തിന്റെ നന്മയെ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലോകത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരാള് സ്വയം കർമ്മങ്ങളൊന്നും ചെയ്യാതെ വിട്ടു നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നേരത്തെ പറഞ്ഞല്ലോ, ശ്രേഷ്ഠരായ ആളുകളെ അനുകരിക്കുക എന്നുള്ള ഭ്രമത്തിൽ നിൽക്കുന്ന ആളുകള് അവരുടെ ഉള്ളിൽ സംശയമുണ്ടാവും. കാരണം ഇദ്ദേഹം കർമ്മം ചെയ്യാൻ പറയുന്നുണ്ട്, പക്ഷെ ഇദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല അല്ലെ, സംശയങ്ങൾ വരും. അതൊന്ന്. പിന്നെ ആളുകളുടെ ഗുണകർമ്മങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉപദേശം കൊടുക്കുന്നെങ്കിലോ അപ്പൊ തെറ്റിദ്ധാരണ ഉണ്ടാവും. കാരണം അവർക്ക് മനസ്സിലാവില്ല അവരുടെ ഗുണകർമ്മം അങ്ങനെയാണ്, ഗുണം അങ്ങനെയാണ് നിലനിൽക്കുന്നത്. അപ്പൊ അതിന് വിരുദ്ധമായിട്ട് ഉപദേശിച്ചാലും അവർക്കത് മനസ്സിലാവില്ല. അപ്പൊ തെറ്റിദ്ധാരണയാണ് ഉണ്ടാവുക. അപ്പൊ അവരുടെ വഴിക്ക് തന്നെ നയിച്ച് നേർവഴിക്ക് കാണിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം പോകാൻ അനുവദിച്ചുകൊണ്ട് പിന്നെ പതുക്കെ ഡയറക്ഷൻ മാറ്റിക്കൊണ്ടിരണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാവും, സംശയം ഉണ്ടാവും. അപ്പൊ ഈ ബുദ്ധിഭേദം ജനകേ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ ബുദ്ധിഭേദം എന്ന് പറഞ്ഞാൽ? ബുദ്ധിഭേദം എന്ന് പറഞ്ഞാൽ ഒന്ന് സംശയം, പിന്നെ ഒന്ന് തെറ്റിദ്ധാരണ. അപ്പൊ ഒരു സത്യദർശി അല്ലെങ്കിൽ ഒരു ജ്ഞാനി ഒരിക്കലും മറ്റുള്ളവരിൽ സംശയമോ തെറ്റിദ്ധാരണയൊന്നും ഉണ്ടാവാൻ കാരണക്കാരായി തീരരുത് എന്നാണ് പറയുന്നത്. അപ്പൊ ശ്രേയസ് എന്ന് പറയുന്ന പരമമായ ശ്രേയസ് എന്ന് പറയുന്നത് ബ്രഹ്മസാക്ഷാത്കാരമാണ്, ആത്മസാക്ഷാത്കാരമാണ് ശ്രേയസ് എന്ന് പറയുന്നത്.
അപ്പോ അതിനുള്ള ആ ശ്രേയസ് കൈവരിക്കാൻ എന്താണ് മാർഗം ചോദിച്ചു കഴിഞ്ഞാൽ ജ്ഞാനമാണ്. അതിനുള്ള മാർഗം ജ്ഞാനമാണ്. അപ്പൊ പിന്നെ ഒരു സംശയം വരും, അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും നേരിട്ട് ജ്ഞാനം അങ്ങോട്ട് ഉപദേശിച്ച് അവർക്കൊക്കെ സാക്ഷാത്കാരം സാധിപ്പിച്ചുകൂടെ എന്നൊരു സംശയം തോന്നാം, അല്ലെ? കാരണം ജ്ഞാനം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ കർമ്മങ്ങളിൽ നിന്നൊക്കെ മോചനമായി എന്ന് നേരത്തെ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ജ്ഞാനം ഉപദേശിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഡയറക്റ്റ് ആയിട്ട് ജ്ഞാനം ഉപദേശിക്കുക, അല്ല, നേരിട്ട് അങ്ങോട്ട് ഉപദേശിക്കുക, എന്നിട്ട് അവരെയൊക്കെ കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൂടെ എന്നൊരു സംശയം വരാം. കാരണം അതേപോലെ കർത്താവാണല്ലോ കർമ്മം ചെയ്യുന്നത്, ചെയ്യുന്ന ആള്, അല്ലെ? അപ്പൊ ഞാനാണ് കർമ്മം ചെയ്യുന്നത്, ഞാനാണ് കർത്താവ്. അപ്പൊ ഞാനാണല്ലോ കർത്താവാണല്ലോ കർമ്മം ചെയ്യുന്നത്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഈ കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ചൂടെ? ഞാനാണല്ലോ കർമ്മങ്ങൾ ചെയ്യുന്നത്, അപ്പൊ എനിക്ക് കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ചൂടെ? ഇങ്ങനെ ഒരു സംശയം വരാം. അതിനുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയാനായിട്ട് പോകുന്നത്. 27-ാമത്തെ ശ്ലോകം. വന്ന നെറ്റ് ഔട്ട് ആയില്ല തോന്നുള്ളൂ. അംബികാദേവി അൺമ്യൂട്ട് ചെയ്തോളൂ, അൺമ്യൂട്ട് ചെയ്തിട്ട് ചൊല്ലിക്കോളൂ. അവിടെ നെറ്റ് സ്ലോ ആണ് തോന്നുന്നു. ഓക്കെ ടീച്ചർ ചൊല്ലിക്കോളൂ. അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. ഓക്കെ, നെറ്റ് സ്ലോ തോന്നുന്നുണ്ടല്ലോ. ഓക്കെ, 27-ാമത്തെ ശ്ലോകം. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. സർവശ എന്ന് പറഞ്ഞാൽ എല്ലാ നിലയിലും കർമ്മങ്ങള് പ്രകൃതി ഗുണൈഹി, പ്രകൃതി ഗുണങ്ങൾക്ക് അനുസരണമായി ചെയ്യപ്പെടുന്നവയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ കർമ്മങ്ങള് ഏത് രീതിയിലായാലും എല്ലാ നിലയിലും കർമ്മങ്ങളൊക്കെ അവരവരുടെ ചെയ്യുന്ന ആളുകളുടെ പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ചാണ് കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നത്. പക്ഷേ ആളുകൾക്ക് ഈ കർമ്മങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു ഭ്രമം ഉണ്ടാവുന്നു. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അഹങ്കാരമാണ്, അല്ലെ? അപ്പൊ അഹങ്കാരം ആത്മസ്വരൂപത്തെ മൂടിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ഇതൊക്കെ ഞാനാണ് ചെയ്യുന്നത് എന്ന് ഭ്രമിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതൊന്നും നമ്മളല്ല ചെയ്യുന്നത്. പിന്നെന്താണ്? നമ്മളിലെ പ്രകൃതി ഗുണങ്ങളാണ് നമ്മളെ കൊണ്ട് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യിക്കുന്നത്, ഓരോരോ കർമ്മങ്ങളെ ചെയ്യിക്കുന്നത്. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിനെ മറക്കുക. ഇതെല്ലാം ആത്മാവാണ്. അതിനെ മറന്ന് ഞാൻ എന്നുള്ളത് ഈ ശരീരം, ഇന്ദ്രിയം, മനസ്സ് ഇതൊക്കെയാണെന്ന് ഉള്ള ഭ്രമമാണ് അഹങ്കാരം. അതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഈ ശരീരം ഞാനാണ്, ശരീരത്തിലെ ഇന്ദ്രിയങ്ങള്, അതുപോലെ മനസ്സ്, ഇതൊക്കെയാണ് ഞാന് എന്നുള്ള ഭ്രമമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതെല്ലാം ആത്മാവിൽ നിന്ന് കിട്ടിയ ശക്തി കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്, നേരത്തെ സൂചിപ്പിച്ചു, അല്ല? അപ്പോ അതുകൊണ്ട് തന്നെ കർത്താവിന്, ചെയ്യുന്ന ആൾക്ക് എന്ന് പറഞ്ഞാൽ അഹങ്കാരിയായ ഈ കർത്താവിന് ചെയ്യുന്ന കർമ്മങ്ങളിൽ നേരിട്ട് ഒരു സ്വാധീനവും ഇല്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കിട്ടിയോ? അതുകൊണ്ടാണ് പലപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ശേഷം നമുക്ക് തോന്നും, പക്ഷെ ഞാൻ എന്തിനാണ് ചെയ്തത്, വേണ്ടിയിരുന്നില്ല എന്ന് തോന്നാറുണ്ട്. ശരിയല്ല? ശരിയാണോ? അപ്പൊ എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, അവരെല്ലാം ചെയ്യുന്ന അവരുടെ കയ്യിൽ കൺട്രോൾ ഇല്ല. അതാ പറഞ്ഞ കർത്താവിന് കർമ്മങ്ങളിൽ നേരിട്ട് ഒരു സ്വാധീനവും ഇല്ല എന്നാണ് പറയുന്നത്. അവരുടെ പ്രകൃതി ഗുണങ്ങളാണ് ഓരോ വ്യക്തിയെ കൊണ്ടും ആ കർമ്മങ്ങൾ ചെയ്യിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ ചിന്ത, അതുപോലെ സംഭാഷണ രീതി, പ്രവർത്തിക്കുന്ന രീതികള്, ഇതൊക്കെ ഏത് രീതിയാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ആ ഒരു സ്റ്റൈൽ, ആ ഒരു രീതിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും കൂടാതെ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ കർത്താവിന് ചെയ്യുന്ന കർമ്മങ്ങളില് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ, ഇപ്പൊ മനസ്സുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്, നാവ് കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്, ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്. ഇതിനെയൊക്കെ എളുപ്പത്തിൽ മാറ്റിമറിക്കാം, അല്ലെ? അല്ലെങ്കിൽ അതിനെയൊക്കെ പാകപ്പെടുത്തി എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഈ കർമ്മങ്ങളെ മുഴുവൻ ഇല്ലാതാക്കി
സ്വരൂപം ശുദ്ധമാക്കാനൊക്കെ കഴിയുമായിരുന്നു സ്വാധീന ശക്തി ഉണ്ടെങ്കിൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മളുടെ മനസ്സുകൊണ്ടുള്ള പ്രവൃത്തിയില്, മനസ്സുകൊണ്ടുള്ള കർമ്മങ്ങളില്, നാവ് കൊണ്ട് വാക്കുകൾ അല്ലെ, സംസാരിക്കുമ്പോൾ ശബ്ദങ്ങൾ വരും, നാവ് കൊണ്ടുള്ള പ്രവൃത്തിയില്, അതുപോലെ ശരീരം കൊണ്ടുള്ള പ്രവർത്തനങ്ങളില് ഇതിലൊക്കെ മാറ്റം വരുത്താൻ സാധിക്കുമായിരുന്നുവെങ്കിൽ, പെട്ടെന്ന് മാറ്റം വരുത്താൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെയെല്ലാം നീക്കം ഇല്ലാതാക്കാൻ സാധിക്കുമെങ്കിൽ ഓരോരുത്തർക്കും സ്വരൂപം ശുദ്ധമാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത് അല്ലെ, അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട്. പക്ഷെ അത് പറ്റുന്നില്ല. അപ്പൊ എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോരുത്തരുടെയും സ്വഭാവം മാറ്റിയെടുക്കാൻ പെട്ടെന്ന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കർമ്മത്തില് കർത്താവിന് യാതൊരു സ്വാധീനവും ഇല്ല എന്നുള്ളതിന് തെളിവ് അതാണ്. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? യെസ്, നമുക്കത് പെട്ടെന്ന് മാറ്റിമറിക്കാൻ പറ്റില്ല. അങ്ങനെ പെട്ടെന്ന് മാറ്റിമറിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ മോക്ഷം നേടിപ്പോയേനെ നമ്മളൊക്കെ. അത് സാധിക്കില്ല. കാരണം ചെയ്യുന്ന ആൾക്ക് ചെയ്യുന്ന കർമ്മത്തില് ഒരു സ്വാധീനമില്ല. അത് കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ടാവില്ല ഈ ഒരു കാര്യം. ശരിയല്ല? എത്ര പേര് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ കാര്യത്തെ എങ്ങനെ ശരിയാവും? കാരണം ഞാനാണല്ലോ കർമ്മം ചെയ്യുന്നത്, അപ്പൊ എനിക്ക് വേണമെങ്കിൽ ചെയ്യാതിരിക്കാമല്ലോ, അങ്ങനെയൊക്കെ ഒരു സംശയം വരാം. നടക്കില്ല എന്നാണ് പറയുന്നത്. നടക്കില്ല. കാരണം ഒരു സ്വാധീനവുമില്ല യഥാർത്ഥത്തിൽ. നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ് എന്നാണ് പറയുന്നത്. നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് ഗുരുദേവ് പറയാറില്ലേ, ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പപ്പറ്റ് ഷോ, ഒരു ബൊമ്മ കളിയാണ് എന്ന് പറയാറുണ്ട്. വേറൊരു രീതിയിലാണ് അത് പറയുന്നതെന്ന് മാത്രം അല്ല. ഒരു ബൊമ്മ കളി, അതിന്റെ സ്ട്രിങ്സ് വേറൊരാളുടെ കയ്യിലാണ്. ആ കൈവിരൽ ചലിപ്പിക്കുന്നതനുസരിച്ച് നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഭഗവത്ഗീതയില് അതാണ് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ. അപ്പൊ ഇത് കർമ്മം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും അതൊരു ഭ്രമം മാത്രമാണ്. നമ്മളല്ല ചെയ്യുന്നത്, അഹങ്കാരം കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ അതല്ല, നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ്, നമ്മളുടെ ഗുണകർമ്മങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾക്കത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കില്ല എന്ന് പറയാനുള്ള കാരണം. അപ്പൊ കർത്താവിന് കർമ്മത്തിൽ ഒരു സ്വാധീനവും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ കർമ്മത്തിന് മാറ്റം വരുത്താൻ സാധിക്കും, മാറ്റം വരുത്താൻ പറ്റും. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രകൃതി ഗുണങ്ങളിൽ മാറ്റം വരുത്താം. മനസ്സിലാവുന്നുണ്ടോ? പ്രകൃതി ഗുണം, നമ്മളുടെ ഉള്ളിലുള്ള ആ ഗുണം, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇതിനെ കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞു. ഈ ഗുണങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മൾ പ്രവൃത്തികൾ ചെയ്യുക അല്ലെ. നമ്മളുടെ മാനസികാവസ്ഥയും നമ്മളുടെ പ്രവൃത്തികളും ഒക്കെ അങ്ങനെയാണ്, ചിന്താരീതികളും ഒക്കെ ഇതിനനുസരിച്ചാണ്. അപ്പൊ ആ ഗുണങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം കർമ്മത്തെ നേരിട്ട് മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ അതിനെങ്ങനെ മാറ്റം വരുത്തണം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രകൃതി ഗുണങ്ങളിൽ മാറ്റം വരുത്തണം. അപ്പൊ പ്രകൃതി ഗുണങ്ങളിൽ എങ്ങനെ മാറ്റം വരിക? അതിനാണ് തത്വവിചാരം, ആത്മവിചാരം. അപ്പൊ ആത്മവിചാരം കൊണ്ട്, തത്വവിചാരം കൊണ്ട് പ്രകൃതി ഗുണങ്ങളില് പതുക്കെ പതുക്കെ മാറ്റം വരാനായിട്ട് തുടങ്ങും. പതുക്കെ മാറുള്ളൂ. പ്രകൃതി ഗുണങ്ങൾ മാറുന്നത് സാവധാനത്തില് മാറും. അപ്പൊ അങ്ങനെ സാവകാശം തത്വവിചാരം കൊണ്ട് പ്രകൃതി ഗുണങ്ങളിൽ സാവകാശം മാറ്റം വരുമ്പോൾ കർമ്മത്തില് മാറ്റം വരും. അപ്പോഴേ കർമ്മത്തിൽ മാറ്റം വരുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോഴേ കർമ്മത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് വേണം? ആളുകളെ വളരെ ശ്രമയോടുകൂടി വേണം ആളുകളെ കൈകാര്യം ചെയ്യാൻ എന്ന് പറയാം അല്ലെ. വളരെ സഹിഷ്ണുതയോടുകൂടി സമീപിച്ചിട്ട് വേണം ആളുകളിൽ മാറ്റം വരുത്താനല്ലോ. അപ്പോഴേ ലോകസംഗ്രഹം സാധ്യമാവുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലാണ്ട് പെട്ടെന്ന് വന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇതൊക്കെ മാറ്റിമറിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? പിടികിട്ടിയോ? ഇത് ജ്ഞാനികൾക്കുള്ള നിർദ്ദേശമാണ്. അവരിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. പെട്ടെന്ന് മാറ്റം വരുത്തരുത്, പതുക്കെ പതുക്കെ ആണ് മാറ്റം വരുത്താൻ പാടുള്ളൂ. അതിന് ക്ഷമ വേണം എന്നാണ് പറയുന്നത്. സഹിഷ്ണുതയോടുകൂടി വേണം ഈ കാര്യത്തിൽ മുന്നോട്ട് നീങ്ങാൻ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ വേറൊരു സംശയം വരാം. ഇപ്പൊ ലൗകികരായ ആളുകള് പുറമേയുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ പുറമേയുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ജ്ഞാനിയുടെ സ്ഥിതി എന്തായിരിക്കും? തത്വജ്ഞാനിയുടെ സ്ഥിതി എന്താണ്? ഇപ്പൊ സാധാരണക്കാരുടെ കാര്യം പറഞ്ഞു, പക്ഷെ ജ്ഞാനിയുടെ അവസ്ഥ എന്താണ് എന്നാണോ ഇനി അത് പറയാൻ പോകുന്നത്. അതാണ് 28ാമത്തെ ശ്ലോകം ചൊല്ലിക്കോ. അൺമ്യൂട്ട് ചെയ്തോളൂ. മഹാബാഹോ കർമ്മ വിഭാഗയോ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സഹ്യതേ. 28ാമത്തെ
എന്താണ് അതിൽ പറയുന്നത്? ഗുണകർമ്മ വിഭാഗയോ ഗുണേഷു വർത്തന സജ്ജതേ. മഹാബാഹു അർജുനോട് പറഞ്ഞ, അല്ലയോ അർജുന, ഇപ്പോ കേൾക്കുന്നുണ്ട് കേട്ടോ, മ്യൂട്ട് ചെയ്ത് എനിക്ക് ഇവിടുന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചെയ്തു. കേൾക്കുന്നുണ്ട് ദേവിയുടെ. ഓക്കെ, യെസ്. ഇപ്പൊ പറയണം, അല്ലയോ അർജുന, അർജുനോട് പറയാം, അർജുന ഇപ്പോ എന്താണ് നേരത്തെ പറഞ്ഞു ഗുണകർമ്മങ്ങള്. ഇപ്പോ ഗുണത്തിനും കർമ്മത്തിനും അതീതമായിട്ട് ആത്മാവിനെ വേർതിരിച്ച് അറിയുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ഇതിനെ സമീപിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുണങ്ങള്, ഇന്ദ്രിയങ്ങളിലെ ഗുണങ്ങൾ, ഇന്ദ്രിയ ഗുണങ്ങള് വിഷയ ഗുണങ്ങളെ അനുഭവിക്കുന്നതാണ് കർമ്മം. അതറിഞ്ഞ് ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു, ഇങ്ങനെയുള്ള ചിന്തകളോടുകൂടി ആ കർമ്മവുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടാക്കണില്ല എന്നാണ് പറയുന്നത്. കഷ്ടപ്പാട് അനുഭവിക്കില്ല എന്നാണ് പറയുന്നത്. സാധാരണക്കാരുടെ അവസ്ഥയല്ല. സാധാരണക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് അറിയുന്നില്ല. അവര് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തിലാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? ആ കർമ്മങ്ങളുമായിട്ടൊരു ബന്ധനം ഉണ്ടാവുന്നു, കർമ്മങ്ങളുമായി സംഘമുണ്ടാവുന്നു. കർമ്മങ്ങളുമായി സംഘം ഉണ്ടാവുന്നതുകൊണ്ടാണ് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അതിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. പക്ഷേ ജ്ഞാനിയായ ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം ആത്മാവിനെ വേർതിരിച്ചറിയുന്ന ആളാണ്. എന്ന് മാത്രമല്ല, ഗുണങ്ങൾ എന്താണ്, കർമ്മങ്ങൾ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ബോധമുള്ള ആളാണ് ജ്ഞാനി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം അതിനെ കാണുന്നത് ആ ഇന്ദ്രിയങ്ങളിലുള്ള ഗുണങ്ങള് വിഷയ ഗുണങ്ങളെ അനുഭവിക്കുന്നു. ഇതാണ് കർമ്മം, ഞാനൊന്നും ചെയ്യുന്നില്ല. മനസ്സിലായോ? അതിലൂടെ സംഭവിക്കണം എന്നുള്ള അനുഭവമാണ് അവർക്കുള്ളത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കർമ്മങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അതുമായിട്ട് ബന്ധനത്തിനാവുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അതിനോട് സംഘമില്ലാത്തത് കൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ഒരു ബുദ്ധിമുട്ടും ജ്ഞാനി അനുഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ കർമ്മം ചെയ്യാൻ, കർമ്മത്തിന് ആശ്രയമായിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ആത്മാവ്, പിന്നൊന്ന് മനസ്സ്, ഇന്ദ്രിയങ്ങള്, വിഷയങ്ങള്. ഇതൊക്കെയാണ് കർമ്മത്തിന് അടിസ്ഥാനമായിരിക്കുന്ന ഘടകങ്ങള്. ഇതിൽ ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അചഞ്ചലമാണ്, സനാതനമാണ്, അല്ലെ? കർമ്മത്തിന്റെ അധിഷ്ഠാനമാണ് ആത്മാവ് എന്ന് പറയുന്നത്. അധിഷ്ഠാനമാണ് ആത്മാവ്. അപ്പോ ആത്മാവില് അതിന്റെ ശക്തി സ്പന്ദിച്ച്, അല്ലെ, ശക്തി സ്പന്ദനത്തിലൂടെ എങ്ങനെയാണോ മരുഭൂമിയിലെ വെള്ളം കാണപ്പെടുന്നത്, വെള്ളം കാണുന്നില്ല, യഥാർത്ഥ വെള്ളമുണ്ടെന്ന് തോന്നലാണ്, ഒരു ആരോപണം മാത്രമാണ്, വെള്ളമുണ്ട്. അതേപോലെ തന്നെ ആത്മാവില് ശക്തി സ്പന്ദനത്തിന്റെ ഫലമായിട്ട് യഥാർത്ഥത്തിൽ ഇല്ലാത്തൊരു പ്രതിഭാസമാണ് കർമ്മം എന്നത്. അപ്പൊ കർമ്മം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇല്ല, പക്ഷെ ഒരു പ്രതിഭാസമാണ്, ഉണ്ടെന്ന് തോന്നലാണ് ആത്മാവിലൂടെ ഉള്ളത്, ആത്മാവ് മാത്രമാണ്. അപ്പൊ ശക്തി സ്പന്ദനത്തിന്റെ ഫലമായിട്ട് അത് ഉണ്ടെന്നുള്ള തോന്നല് മാത്രമാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ മരുഭൂമിയില് തടാകം, കാനൽ ജലം ഉള്ളതായിട്ട് തോന്നിയാലും അതുകൊണ്ട് മരുഭൂമിക്ക് യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല. അതേപോലെ തന്നെയാണ് കർമ്മങ്ങള് എത്ര ബഹളമായിട്ട്, കോലാഹലമായിട്ട് നടന്നാലും ആത്മാവിനെ അതൊന്നും ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ആത്മാവ് അഖണ്ഡമാണ്, അതുപോലെ ആനന്ദ അവസ്ഥയിലാണ്, അതിനൊന്നും യാതൊരു കുറവും സംഭവിക്കുന്നില്ല എന്നാണ് കർമ്മങ്ങൾ നടന്നാലും. അപ്പൊ കർമ്മം എന്ന് പറയുന്ന അസത്താണ് എന്നാണ് പറയുന്നത്. അസത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇല്ലാത്തത്. അപ്പൊ അങ്ങനെ ഇല്ലാത്തതായ ആ കർമ്മ ഭാഗത്തെ നിയന്ത്രിക്കുന്ന ആരാണ്? പ്രകൃതിയിലെ ഗുണങ്ങളാണ്, ഗുണവിഭാഗമാണ്, അല്ലെ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പൊ ഈ 3 ഗുണങ്ങള് കൂടിക്കലർന്നാണ് കർമ്മം ഉണ്ടാവുന്നത്. ആ കർമ്മം ഉണ്ടാക്കി കാണിക്കുന്ന കാഴ്ചകളാണ് മനസ്സും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഒക്കെ. ഈ ഗുണങ്ങളാണ് അതിനെ ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. അല്ലാതെ അതിന് സ്വന്തമായിട്ടൊരു നിലനിൽപ്പില്ല. മനസ്സിനെ ഉണ്ടാക്കുന്നതും ഈ ഗുണങ്ങളാണ്.
ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഒക്കെ. അപ്പോ ഇവിടെ മനസ്സിന്റെ ഗുണം എന്താണോ, ആ ഗുണഘടന എന്താണോ, അത് ഇന്ദ്രിയങ്ങളുടെ മനസ്സിന്റെ ഗുണഘടന ഇന്ദ്രിയങ്ങളുടെ ഗുണങ്ങളെ നിയന്ത്രിക്കുന്നു. അതുപോലെ ഇന്ദ്രിയങ്ങളുടെ ഗുണം ഏതാണോ അത് വിഷയങ്ങളുടെ ഗുണത്തെയും നിയന്ത്രിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എന്റെ ക്രമം, അതാണ്. അപ്പൊ ചുരുക്കത്തിൽ മനസ്സിൽ സത്വഗുണമാണ് വർദ്ധിച്ചിരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുക? അതിന്റെ സത്വഗുണത്തിന്റെ കർമ്മങ്ങളായി അതിനനുസരിച്ചുള്ള ചിന്തകളായിരിക്കും, അല്ലെ? പോസിറ്റീവായിട്ട് നല്ല ചിന്തകൾ, വികാരങ്ങൾ ഒക്കെ സത്വഗുണത്തിന് ചേർന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. മനസ്സിൽ ആ സമയത്ത് എന്ത് ഗുണമാണുള്ളത് അതിനനുസരിച്ചുള്ള ചിന്തകളും വികാരങ്ങളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ മനസ്സിൽ അതെല്ലാം ഉണ്ടാവുന്നു. അപ്പൊ അതിനെ തുടർന്ന് ഇന്ദ്രിയങ്ങളുടെ ഗുണകർമ്മങ്ങൾ, അതിലും സത്വഗുണം നിറയാൻ തുടങ്ങും. അപ്പൊ മനസ്സിൽ സത്വഗുണം നിറയുമ്പോൾ ഇന്ദ്രിയങ്ങളിലും സത്വഗുണം നിറയും. അപ്പൊ പുറമേയുള്ള കർമ്മം എന്ന് പറയുന്നത് ഈ മനസ്സും ഇന്ദ്രിയങ്ങളും കൂടി ചേർന്നിട്ടാണ് വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അതാണ് പുറമേയുള്ള കർമ്മം എന്ന് പറയുന്നത്. അപ്പോ മനസ്സും ഇന്ദ്രിയങ്ങളും സത്വഗുണം നിറഞ്ഞിരിക്കുന്നതാണെങ്കിൽ എന്ത് സംഭവിക്കുക? വിഷയങ്ങളിലും സത്വഗുണം പ്രകാശിക്കാൻ തുടങ്ങും, ആത്മസാന്നിധ്യം ഒക്കെ അനുഭവിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മനസ്സിൽ രജോ ഗുണമാണ് കൂടിയിരിക്കുന്നതെങ്കിലോ അപ്പൊ ഇന്ദ്രിയങ്ങളിലും രജോ ഗുണമായിരിക്കും, വിഷയങ്ങളിലും അത് തന്നെയായിരിക്കും ബാധിക്കുക. അതേപോലെ തന്നെയാണ് തമോ ഗുണം വർദ്ധിച്ചാലും മനസ്സിൽ തമോ ഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ഇന്ദ്രിയങ്ങളെ ബാധിക്കുക, അത് തന്നെയാണ് വിഷയങ്ങളും അത് തന്നെയായിരിക്കും. അതിനനുസരിച്ചുള്ള കർമ്മങ്ങളായിരിക്കും ചെയ്യാന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളുടെയും ഗുണങ്ങളും അതിനനുസരിച്ചുള്ള കർമ്മങ്ങളും എന്തൊക്കെയായാലും ഇതൊന്നും യഥാർത്ഥത്തിൽ ആത്മാവിനെ ബാധിക്കുന്നില്ല. ആത്മാവ് അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നു. അപ്പൊ എന്ത് വേണം? ഞാൻ ആത്മാവാണ്, അത് നിത്യമാണ്, മുക്തമാണ്, ആത്മാവാണ്. അപ്പൊ മനസ്സിന്റെയോ ഇന്ദ്രിയങ്ങളുടെയോ വിഷയങ്ങളുടെയോ ഗുണങ്ങളോ കർമ്മങ്ങളോ ഒന്നും സ്വല്പം പോലും എനിക്ക് ദോഷമുണ്ടാക്കുന്നില്ല. ഇതറിയുന്ന ആളാണ് തത്വം ഗ്രഹിച്ച ആള്. തത്വജ്ഞാനി എന്ന് പറഞ്ഞാൽ അതാണ്. ഈ ഗുണങ്ങളൊന്നും യഥാർത്ഥത്തിൽ എന്നെ ബാധിക്കുന്നില്ല, കാരണം ഞാൻ ആ ആത്മാവാണ്, അതിനെ ബാധിക്കുന്നില്ല. അതാണ് ഈ ഗുണങ്ങൾക്കും കർമ്മത്തിനും ഉപരിയായ തത്വം എന്ന് പറയുന്നതാണ്. ഇതൊന്നും ഇതിനെ ബാധിക്കുന്നില്ല എന്ന് തിരിച്ചറിയുന്ന ആളാണ് തത്വം ഗ്രഹിച്ച ആള് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ തത്വം ഗ്രഹിച്ച ആളിന്റെ മനസ്സും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അല്ലെ? അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് അവരുടെ മനോഭാവം എന്തായിരിക്കും? അവരുടെ മനോഭാവം ഇതാണ്: ഗുണങ്ങളിൽ പ്രവർത്തിക്കുന്നു, അതിന് എനിക്ക് എന്താ പ്രശ്നം എന്നുള്ളതാണ് അവരുടെ ഭാവം. കാരണം എന്നെ അത് ബാധിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ട് പറയുന്നത്? കാരണം ഞാൻ എന്നുള്ളത് ആത്മാവ്, അതാണ് തത്വജ്ഞാനിയുടെ ഭാവം. അതാണ് ഗുണങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്, അതിന് എനിക്കെന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. അവരുടെ മനോഭാവം അതാണ്. അപ്പൊ മനസ്സിന്റെ ഗുണത്തിനനുസരിച്ച് അതിന്റെ ഗുണം അത് ഇന്ദ്രിയങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നു, ഇന്ദ്രിയങ്ങൾ ആ ഗുണങ്ങൾക്കനുസരിച്ച് വിഷയങ്ങളിലേക്ക് പോകുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോ അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് ആ വിഷയത്തിലെ ഗുണങ്ങൾ ഇന്ദ്രിയങ്ങളിലും ഇന്ദ്രിയങ്ങളുടെ മനസ്സിലും അതിന്റെ റിയാക്ഷൻസ് ഉണ്ടാകും. ഇതാണ് ഈ ആക്ഷനും റിയാക്ഷനും ഇവിടെ നടക്കുന്നത്. ആക്ഷൻ എന്ന് പറയുന്നത് മനസ്സിന്റെ ഗുണങ്ങൾ ഇന്ദ്രിയങ്ങളെ ബാധിക്കുന്നു, ഇന്ദ്രിയങ്ങൾ അതിനനുസരിച്ചുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നു. ഇനി അതിന്റെ റിയാക്ഷൻ തിരിച്ചിങ്ങോട്ട് വരും. അതാണ് കർമ്മങ്ങൾ എന്ന് പറയുന്നതാണ്. അപ്പൊ ഗുണങ്ങളില് ഗുണവർത്തനം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഗുണങ്ങളെ വർദ്ധിക്കുക എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും ആശ്രയിച്ചുണ്ടാകുന്ന ഈ ഗുണങ്ങളിലെ ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ് ഇതൊന്നും ആത്മാവായ എന്നെ ബാധിക്കുന്നേയില്ല. ഇതാണ് ലോകസംഗ്രഹത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്ന ജീവൻ മുക്തന്റെ ഭാവം. ഇതാണ് അസംഗഭാവമാണ്. ഒന്നിനോട് സംഘമില്ലാത്ത ഭാവത്തിലാണ് അദ്ദേഹം ഇരിക്കുക. നേരത്തെ സംശയം പറഞ്ഞതാണ്, അല്ലെ? മറ്റുള്ള സാധാരണക്കാരെ പോലെ തന്നെ ജ്ഞാനികളും കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ മനോഭാവം എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പൊ അവരുടെ മനോഭാവം ഇതാണ്: അവര് ലോകസംഗ്രഹത്തിനാണ് കർമ്മം ചെയ്യുന്നു, പക്ഷെ ഈ കർമ്മമൊന്നും തന്നെ ബാധിക്കുന്നില്ല. ഗുണങ്ങൾക്കനുസരിച്ച് കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതറിയാവുന്ന ജ്ഞാനി, ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള ചിതപ്രജ്ഞത നേടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ വ്യക്തിയുടെ
പൂർണ്ണമായിട്ടുള്ള അസംഗമായിട്ടുള്ള ഭാവം സാധാരണക്കാർക്ക് അറിയാൻ പറ്റില്ല. കാരണം അവർക്ക് ആത്മാവും ശരീരവും മനസ്സും തമ്മിലുള്ള വ്യത്യാസമൊന്നും അവർക്ക് ബോധ്യമായിട്ടില്ല. സാധാരണക്കാരായ ആളുകൾ, ലൗകികരായ ആളുകൾ. അപ്പൊ അവർക്ക് ഈ ഒരു അവസ്ഥയെക്കുറിച്ച് അറിയാം. ജീവൻ മുക്തന്റെ ഈ ഒരു അസംഗഭാവം, ഇതിനോട് സംഘമില്ലാതെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് അറിയാൻ പറ്റില്ല, അവർക്ക് മനസ്സിലാവില്ല സാധാരണക്കാർക്ക് എന്നാണ് അവർ. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ പെട്ടെന്ന് തത്വോപദേശം ചെയ്ത് അവരുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് ഭഗവാൻ പറയുക. അടുത്ത ശ്ലോകത്തില് അതാണ് പറയുന്നത്. അത് നമുക്ക് നാളെ നോക്കാം. 29ാമത്തെ ശ്ലോകം നമ്മൾക്ക് നാളെ നോക്കാം. ഓക്കെ, കണ്ണുകൾ അടച്ചു വയ്ക്കൂ. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ, നട്ടെല്ല് നിവർന്നിരിക്കും. കൈകൾ മടിമേൽ മലർത്തി വയ്ക്കാം. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കുന്നു. ഉള്ളിൽ ആഴങ്ങളിൽ അനുഭവപ്പെടുന്ന ശാന്തത, നിശ്ചലത, അതിൽ വിശ്രമിക്കും. സം സമിദ്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിദ്യസേ സനോ വസൂന്യാഭര സംഗച്ഛധ്വം സംവദധ്വം സംഭോ മനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനഃസഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആഗൂദിഃ സമാനാ ഹൃദയാനി വഹ സമാനമസ്തു വോ മനോ യഥാ വസ്തു സഹാസതി നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമഃ പൃഥവ്യേ നമഃ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. ഈ സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.